Next type of antenna is microstrip antenna. Microstrip antenna or microstrip patch antenna consists of a radiating patch on one side of a dielectric substrate which has a ground plane on other side. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ് വിത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ ആർ. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു എന്ത് ചെയ്യും, റേഡിയേറ്റിംഗ് പാച്ച് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ മറ്റേ സൈഡിൽ നമ്മളൊരു ഗ്രൗണ്ട് പ്ലെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയാം. സാൻഡ്വിച്ച് ഓഫ് ടു പാരലൽ കണ്ടക്റ്റിംഗ് ലെയേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ സിംഗിൾ ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ സാൻഡ്വിച്ച് ഓഫ് ടു പാരലൽ കണ്ടക്റ്റിംഗ് ലെയേഴ്സ്. പാരലൽ കണ്ടക്റ്റിംഗ് ലെയേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഈ പാച്ചും ഗ്രൗണ്ട് പ്ലെയിനുമാണ് കണ്ടക്റ്റിംഗ് ലെയേഴ്സ് വരുന്നത്. സെപ്പറേറ്റഡ് ബൈ എ സിംഗിൾ ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ്. അപ്പോൾ നമ്മൾ ഈ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂഷ്വലി ഗോൾഡ്, കോപ്പർ ഒക്കെയാണ് ഏതായിട്ട് യൂസ് ചെയ്യാറുള്ളത്, കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതായത് പാച്ച് ഗ്രൗണ്ട് പ്ലെയിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ്, അതുപോലെ കോപ്പർ, ഇതെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഡൈ ഇലക്ട്രിക് സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ബാക്ക്ലൈറ്റ്, അതുപോലെ തന്നെ പിന്നെ യൂസ് ചെയ്യാറുള്ളതാണ് FR4 എപ്പോക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ. FR4 എപ്പോക്സി, അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 4.4 ആണ് വാല്യൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, പ്രോബ്ലംസിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. 4.4 FR4 എപ്പോക്സിയുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എന്താണ്? 4.4. ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഏത് ഷേപ്പായിരിക്കും? അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റെക്റ്റാങ്കുലർ പാച്ച് ആൻറ്റിനാസ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ പാച്ച് ആൻറ്റിനയാണ്. അതായത് പാച്ചിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പാച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഫീൽഡ് ലൈനും നമ്മൾ ഫോട്ടോ എച്ചിങ് വഴിയാണ് സബ്സ്ട്രേറ്റുമ്മേ ഫോം ചെയ്യുന്നത്. ഓക്കെ, റേഡിയേറ്റിംഗ് എലമെൻറ്റ് ആൻഡ് ഫീൽഡ് ലൈൻസ് ആർ നോർമലി photo etched on the dielectric substrate. ഇനി ഒരു റെക്റ്റാങ്കുലർ മൈക്രോസ്ട്രിപ്പ് പാച്ച് ആൻറ്റിനയുടെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലെങ്ത് ഓഫ് ദ മൈക്രോസ്ട്രിപ്പ് പാച്ച് എലമെൻറ്റ്, W എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ മൈക്രോസ്ട്രിപ്പ് പാച്ച് എലമെൻറ്റ്, T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ പാച്ച്, ആൻഡ് H സ്മോൾ ലെറ്റർ H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ്. ഇത്രയാണ് ഒരു റെക്റ്റാങ്കുലർ മൈക്രോസ്ട്രിപ്പ് പാച്ച് ആൻറ്റിനയിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാ ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് H എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് പ്ലെയിൻ ഇത് കാണിച്ചിട്ടുണ്ട്, ഒരു പാച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫീൽഡ് ലൈൻ നമ്മൾ കാണിച്ചിട്ടില്ല. ഫീൽഡ് ലൈൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫീൽഡ് ലൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ തിക്നെസ് ഓഫ് ദ പാച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാ T എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത്ത് ക്യാപിറ്റൽ L വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിഡ്ത്ത്, ഇതാണ് വിഡ്ത്ത് വരുന്നത് W എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. പിന്നെ നമ്മൾ വരുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ, അല്ലെങ്കിൽ നമ്മളതിനെ പെർമിറ്റിവിറ്റി എന്ന് പറയാറുണ്ട് അല്ലേ, എപ്സിലോൺ ആർ. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ തിക്നെസ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ സെർട്ടൻ കണ്ടീഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അതായത് തിക്നെസ് ഓഫ് ദ പാച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ λ0, where λ0 is the free space wavelength. അതുപോലെ ഹൈറ്റ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ λ0. യൂഷ്വലി അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.003 λ0 to 0.05 λ0. ഓക്കെ, അതുപോലെ തന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ ലെങ്ത്താണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് λ0/3
ലെസ് ദാൻ എൽ ലെസ് ദാൻ ലാംഡ 0/2 ആണ്. അതുപോലെ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.2 to 12 വരെയുള്ള റേഞ്ചിലുള്ള ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ് ആണ്. അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ ഉള്ള സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടിയുടെ റേഞ്ച് വെരി മച്ച് ലെസ് ദാൻ ലാംഡ 0 ആയിരിക്കണം. എച്ച് ഈസ് വെരി മച്ച് ലെസ് ദാൻ ലാംഡ 0. യൂഷ്വലി 0.003 ലാംഡ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 ലാംഡ 0. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ എച്ച് ടിയുടെ ഒക്കെ കണ്ടീഷൻസ് പറഞ്ഞു. ഫോർ എ ഗുഡ് പെർഫോമൻസ് എ തിക്ക് ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ് ഹാവിങ് ലോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് ഡിസൈറബിൾ. ഓക്കെ, അപ്പോൾ തിക്നെസ് കുറച്ച് കൂടുതലായിരിക്കണം. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് കുറവായിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ എഫിഷ്യൻസി, ലാർജർ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ബെറ്റർ റേഡിയേഷൻ. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഓഫ് പാച്ച് ആൻറ്റിന. ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഓഫ് പാച്ച് ആൻറ്റിന ഓഫ് ഫിഗർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ഫിഗർ 1 ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ലെങ്ത് എൽ ആൻഡ് ദ സെൻട്രൽ ഫ്രീക്വൻസി വിൽ ബി approximately given by FC or FR is equal to C divided by 2L into square root of epsilon R, or 1 by 2L into square root of epsilon into epsilon R into mu 0. The basic principle of operation ആണ്. The patch acts approximately as a resonant cavity, that is resonant cavity എന്ന് അറിയാലോ, short circuit walls on top and bottom, open circuit walls on sides. Okay, in a cavity only certain modes are allowed to exist at different resonant frequencies. ഓക്കെ, അത് നമുക്കറിയാമല്ലോ. ഒരു റെസണൻറ്റ് ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനകത്ത് സെർട്ടൻ മോഡ്സ് മാത്രമേ നിങ്ങൾ EMFTയിലൊക്കെ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വർക്കിങ്ങൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഒരു ക്യാവിറ്റിക്കകത്ത് ഒരു സെർട്ടൻ മോഡ്സ് മാത്രമേ അലൗ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അറ്റ് ഡിഫറെൻറ്റ് റെസണൻറ്റ് ഫ്രീക്വൻസി. ഇഫ് ദ ആൻറ്റിനാസ് എക്സൈറ്റഡ് അറ്റ് എ resonant frequency, a strong field is set up inside the cavity and a strong current on the bottom surface of the patch. Okay, അപ്പോൾ നമ്മൾ ഇനി ഇതിനെ എക്സൈറ്റേഷൻ കൊടുക്കുകയാണ്. മൈക്രോസ്ട്രിപ്പ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ഫീഡ് വഴി നമ്മളിതിനെ എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും ഇൻസൈഡ് ദ ക്യാവിറ്റി ആൻഡ് എ സ്ട്രോങ് കറണ്ട് ഓൺ ദ ബോട്ടം സർഫസ് ഓഫ് ദ പാച്ച്. ഓക്കെ, that is when we feed microstrip antenna with respect to ground, electromagnetic waves getting coupled from patch to ground plane. ഓക്കെ, ഇനി അപ്പോൾ നമുക്കിവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്യാവിറ്റിയാണ്. ക്യാവിറ്റിക്കകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവും. അങ്ങനെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് ഇതിൻ്റെ എഡ്ജ് ഭാഗത്തോട്ട് എത്തുന്ന സമയത്ത് എഡ്ജിലോട്ട് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ദ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഗോയിങ് ടു സ്പേസ് ആൻഡ് കപ്പിൾഡ് ടു ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? സ്പേസിലോട്ട് പോയതിന് ശേഷം എന്ത് ചെയ്യും? ഗ്രൗണ്ട് പ്ലെയിനുമായിട്ട് കപ്ലിംഗ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ രണ്ട് എഡ്ജിലും ഉണ്ടാവും. എ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ഗോയിങ് ടു സ്പേസ് ആൻഡ് കപ്പിൾഡ് ടു ഗ്രൗണ്ട് പ്ലെയിൻ. ദിസ് റേഡിയേഷൻ ടു സ്പേസ് ഈസ് കോൾഡ് ഫ്രിഞ്ചിങ് എഫക്റ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഫ്രിഞ്ചിങ് എഫക്റ്റ് ഓഫ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന എന്ന് പറയുന്നത്. ഫ്രിഞ്ചിങ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ വെൻ വി ഫീഡ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിനാസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഗെറ്റിംഗ് കപ്പിൾഡ് ഫ്രം പാച്ച് ടു ഗ്രൗണ്ട് പ്ലെയിൻ ആൻറ്റിന. വെൻ ഇറ്റ് കംസ് ടു എഡ്ജ് ഓഫ് ദ പാച്ച്, ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വെൻ ഇറ്റ് കംസ് ടു എഡ്ജ് ഓഫ് ദ പാച്ച്, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഗോയിങ് ടു സ്പേസ് ആൻഡ് കപ്പിൾഡ് ടു ഗ്രൗണ്ട് പ്ലെയിൻ. ദിസ് റേഡിയേഷൻ ടു സ്പേസ് ഈസ് കോൾഡ് ഫ്രിഞ്ചിങ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പേസിലോട്ട് പോകുന്ന ആ റേഡിയേഷൻസിനെ നമ്മൾ പറയുന്നതാണ് ഫ്രിഞ്ചിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഫ്രിഞ്ചിങ് എഫക്റ്റ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന റേഡിയേറ്റ്സ്. അപ്പോൾ ഈ ഫ്രിഞ്ചിങ് എഫക്റ്റ് ആണ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിനയുടെ റേഡിയേഷന് ഉള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ഫ്രിഞ്ചിങ് എഫക്റ്റ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന റേഡിയേറ്റ്സ്. ആൻഡ് ഇനി ഈ ഫ്രിഞ്ചിങ് ഫീൽഡിനെ ഇതിൻ്റെ ഡയമെൻഷൻസ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രിഞ്ചിങ് എഫക്റ്റ് കാണിക്കുന്ന ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻറ്റിന മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കണം. നേരത്തെ കാണിച്ച ഫിഗർ വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഫിഗർ വരയ്ക്കണം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറും കൂടിയും പ്ലോട്ട് ചെയ്യാം. ഇതേ ഫിഗർ തന്നെയാണിത്. ഒരെണ്ണം സൈഡ് വ്യൂ ആണ് വരുന്നത്, മറ്റേത് ടോപ്പ് വ്യൂ ആണ് വരുന്നത്. ആ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഇത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീഡ് വരുന്നുണ്ട്, നമ്മളെ പാച്ച് വരുന്നുണ്ട്, പാച്ചിൻ്റെ ലെങ്ത്ത് L, വിഡ്ത്ത് W. ദെൻ ഈ ഡെൽറ്റ L എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ലെങ്ത്ത് ഡ്യൂ ടു ഫ്രിഞ്ചിങ്. ഓക്കെ, ഡെൽറ്റ L ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ലെങ്ത്ത് ഡ്യൂ ടു ഫ്രിഞ്ചിങ്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ കാണിക്കുക. ഓക്കെ, ഞാനൊന്നുകൂടി നീറ്റായിട്ട് ഡ്രോ ചെയ്യാം. എക്സ്റ്റൻഷൻ ഓഫ് ലെങ്ത് ഡ്യൂ ടു ഫ്രിഞ്ചിങ്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ കാണിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ആരോ മാർക്സ് ഇതുപോലെ കാണിക്കുക. അതുപോലെ ഈ സൈഡിലും കാണിക്കുക. അതിൻ്റെ ലെങ്ത്താണ് ഡെൽറ്റ L എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ആരോ ഹെഡൊന്നും കറക്റ്റ് ആവുന്നില്ല, നിങ്ങളതൊരു നീറ്റായിട്ട് ഡ്രോ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫിഗറുമാണ് അതിൻ്റെ ബേസിക് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് ഫിഗറുമാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് ഫ്രിഞ്ചിങ്ങിന് സെർട്ടൻ ഫാക്ടേഴ്സ്, അതായത് സെർട്ടൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഓഫ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ H ആയിരുന്നു. സ്മോൾ ലെറ്റർ H ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഞ്ചിങ് എഫക്റ്റ് വിൽ ഇൻക്രീസ് ഫ്രിഞ്ചിങ്. ഓക്കെ, ഇൻക്രീസ് ഫ്രിഞ്ചിങ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് W ആണ്. ഇഫ് വി ആർ ഇൻക്രീസിങ് വിഡ്ത്ത് ഓഫ് ദ പാച്ച് ദെൻ ഓൾസോ ഫ്രിഞ്ചിങ് വിൽ ഇൻക്രീസ്. ആൻഡ് ടു ഇൻക്രീസ് ഫ്രിഞ്ചിങ് വി ഹാവ് ടു ഡിക്രീസ് എപ്സിലോൺ R, that is relative permittivity or dielectric constant of substrate. ഓക്കെ, അപ്പോൾ ഫ്രിഞ്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത് ഈ 3 പാരാമീറ്റേഴ്സാണ്. സ്മോൾ ലെറ്റർ H ഇൻക്രീസ് ചെയ്യണം, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യണം, എപ്സിലോൺ R ഡിക്രീസ് ചെയ്യണം. ഓക്കെ, ഈ പോയിൻ്റും കൂടി നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആ പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് റേഡിയേഷൻ ഫ്രം മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന, MSA മീൻസ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന can occur from fringing fields between periphery of patch and ground plane. To enhance the fringing fields from patch which account for radiation, width of patch is increased or dielectric constant is decreased or substrate thickness is increased. Okay, അടുത്ത വരുന്നത് ഡിസൈൻ. ഓക്കെ, ഡിസൈൻ ഓഫ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിനയാണ്. കുറച്ച് ഡിസൈൻ സ്റ്റെപ്സ് ഉണ്ട്. ഫോർ ഡിസൈനിങ് ഓഫ് മൈക്രോസ്ട്രിപ്പ് patch antenna we have to select the resonant frequency and dielectric medium for which the antenna is to be designed. അപ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ റെസണൻറ്റ് ഫ്രീക്വൻസി എത്ര വേണമെന്നുള്ളത് ചൂസ് ചെയ്യണം. ദെൻ അതിൻ്റെ ഏത് ഡൈലക്ട്രിക് സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്ന പാരാമീറ്റർ വിഡ്ത്ത് ആണ്. ഇതാണ് സ്റ്റെപ്പ് 1 ആയിട്ട് വരുന്നത്. ഓക്കെ, the width of the patch is calculated using the following equation. W is equal to C0 divided by 2FR into square root of 2 divided by epsilon R plus 1, where C0 is the speed of light and epsilon R is the value of dielectric substrate or dielectric substrate alla value of dielectric constant or relative permittivity. അതുപോലെ തന്നെ FR എന്ന് പറയുന്നത് റെസണൻസ് ഫ്രീക്വൻസി. FR എന്ന് പറയുന്നത് റെസണൻസ് ഫ്രീക്വൻസി. ഓക്കെ, റെസണൻസ് ഫ്രീക്വൻസി. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? W കണ്ടുപിടിക്കണം. C0 നമുക്കറിയാം, സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്കറിയാം, എപ്സിലോൺ R ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ റെസണൻസ് ഫ്രീക്വൻസിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ആൻഡ് ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് അത് വരുന്നത്. ഓക്കെ, രണ്ടാമത്തതായിട്ട് കണ്ടുപിടിക്കുന്നത് എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ദ എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഓഫ് ദ പാച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഇൻ ദ ഡിസൈനിങ് പ്രൊസീജിയർ ഓഫ് എ മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന. The radiations traveling from patch towards the ground pass through air and some through the substrate called as fringing. നമ്മൾ നേരത്തെ പറഞ്ഞു. Both the air and substrate have different dielectric values. Therefore, in order to account this, we find the value of effective dielectric constant. The value of
effective dielectric constant is epsilon r effective, which is equal to epsilon r plus 1 by 2 plus epsilon r minus 1 divided by 2 into 1 plus 12 h by w whole raised to minus 1 by 2. ഓക്കെ, ഇതാണ് എപ്സിലോൺ ആർ എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ എപ്സിലോൺ ആർ ചൂസ് ചെയ്തിട്ട് വീണ്ടും എപ്സിലോൺ ആർ എഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് തൊട്ട് മുന്നേ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഫ്രിഞ്ചിങ് കാരണം കുറച്ച് എയറിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, കുറച്ച് സബ്സ്ട്രേറ്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എഫക്റ്റീവ് വാല്യൂ വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, കാരണം എയറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് അല്ല സബ്സ്ട്രേറ്റിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ഇത് സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതുക, എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്നിട്ട് ഇക്വേഷൻ എഴുതുക. ഓക്കെ, എക്സാമിനോ അല്ലെങ്കിൽ എക്സാം പ്രോബ്ലം ചെയ്യുമ്പോഴോ ഇത് മാത്രം ചെയ്താൽ മതി. എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്റ്റെപ്പ് 2, ദെൻ എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. നോട്ട് എഴുതുന്ന സമയത്ത് ഈ പോയിൻറ്റ്സും കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നത് ഏതാണ്? ലെങ്ത്ത്. ഇതാണ് 3 വരുന്നത്, ലെങ്ത്ത്. ഡ്യൂ ടു ഫ്രിഞ്ചിങ് the size of the antenna is increased by an amount of delta L. Therefore, the actual increased length delta L of the patch is to be calculated using the following equation. ഓക്കെ, നമുക്കറിയാം, പിന്നെ നമ്മൾ നേരത്തെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് സൈഡിലും ഡെൽറ്റ എൽ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ആ ഇൻക്രീസ്ഡ് ലെങ്ത്ത് കണ്ടുപിടിക്കണം, ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ എൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 0.412 ഇൻറ്റു എപ്സിലോൺ ആർ എഫക്റ്റീവ് പ്ലസ് 0.3 ഡിവൈഡ് ബൈ എപ്സിലോൺ ആർ എഫക്റ്റീവ് മൈനസ് 0.25 ഇൻറ്റു ഡബ്ല്യു ബൈ എച്ച് പ്ലസ് 0.264 ഡിവൈഡഡ് ബൈ ഡബ്ല്യു എച്ച് പ്ലസ് 0.8. ഇത് ഇക്വേഷൻ നിങ്ങളിങ്ങനെ പഠിക്കല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ഡെൽറ്റ എൽ ബൈ എച്ച്, അതല്ലെങ്കിൽ ഡെൽറ്റ എൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൽ ഈക്വൽ ടു എച്ച് ഇൻറ്റു ഈ ടേംസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളത്. ഓക്കെ, എച്ച് ഇൻറ്റു അതായത് എച്ചിന് ഡിനോമിനേറ്ററിലെ എച്ചിനെ ആർ എച്ച് എസിലോട്ട് കൊണ്ടുവന്നിട്ട് ഡെൽറ്റ എല്ലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതിക്കോളൂ, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു പിന്നെ 0.412 ഇൻറ്റു എപ്സിലോൺ ആർ എഫക്റ്റീവ് പ്ലസ് 0.3 ഡിവൈഡ് ബൈ എപ്സിലോൺ ആർ എഫക്റ്റീവ് മൈനസ് 0.258 ഇൻറ്റു ഡബ്ല്യു ബൈ എച്ച് പ്ലസ് 0.264 ഡിവൈഡ് ബൈ ഡബ്ല്യു ബൈ എച്ച് പ്ലസ് 0.8. ഇക്വേഷൻ എഴുതുക, വേർ എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഓക്കെ, ദെൻ അപ്പോൾ ഇത് സ്റ്റെപ്പ് 3 ആണ്. ദെൻ സ്റ്റെപ്പ് 4, അടുത്തത് സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4, ലെങ്ത്ത് എൽ ഓഫ് ദ പാച്ച് ഈസ് നൗ ടു ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ബിലോ മെൻഷൻഡ് ഇക്വേഷൻ. എൽ ഇസ് ഈക്വൽ ടു C0 ഡിവൈഡ് ബൈ 2FR ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ ആർ എഫക്റ്റീവ് മൈനസ് 2 ഡെൽറ്റ എൽ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആക്ച്വൽ ലെങ്ത്ത് എൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് എല്ല് വരുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് നേരത്തെ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞിട്ട് ഡ്യൂ ടു ഫ്രിഞ്ചിങ് ലെങ്ത്ത് എക്സ്റ്റൻഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും വരുന്ന ലെങ്ത്ത് എക്സ്റ്റൻഷൻ ലെങ്ത്ത് കൂടി ചേർത്തിട്ട് L + 2 ഡെൽറ്റ L ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L ആണ്. അപ്പോൾ L കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 2 ഡെൽറ്റ Lനെ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 5th സ്റ്റെപ്പ്, ലെങ്ത്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കണ്ടുപിടിക്കാൻ പാച്ച് ഡയമെൻഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ സബ്സ്ട്രേറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഗ്രൗണ്ട് പ്ലെയിൻ which can be calculated using the equation LG equal to 6H plus L and WG is equal to 6H plus W. ഓക്കെ, ഇതാണ് നമുക്കിത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ,
ഇനിയൊരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ എ റെക്ടാങ്കുലർ മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന വിത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് 2.2 ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു 0.1588 സോ ആസ് ടു റെസനേറ്റ് അറ്റ് 10 GHz. ഓക്കെ, റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 10 GHz ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 1 ആദ്യം തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതണം. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 2.2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എച്ച് ഇസ് ഈക്വൽ ടു 22 അല്ലട്ടോ, 2.2 ആണ്. അതുപോലെ എച്ച് ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 0.158 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീക്വൻസി എഫ് ആർ തന്നിട്ടുണ്ട്, എഫ് ആർ ഇസ് ഈക്വൽ ടു 10 GHz എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? വിഡ്ത്ത് കണ്ടുപിടിക്കണം. വിഡ്ത്തിൻ്റെ ഇക്വേഷൻ അറിയാം, C0 ഡിവൈഡഡ് ബൈ 2FR എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, FC ഓർ FR, FC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫ്രീക്വൻസി തന്നെയാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ C0 ഡിവൈഡഡ് ബൈ 2FR ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ പ്ലസ് 1. സിയുടെ വാല്യൂ അറിയാം, വെലോസിറ്റി ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് 3 × 10⁸. 2 ഇൻറ്റു എഫ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 10 GHz ആണ്. ദെർഫോർ 10 × 10⁹ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ തന്നിരിക്കുന്നത് 2.2 + 1. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.186 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് എപ്സിലോൺ ആർ എഫക്റ്റീവ് കണ്ടുപിടിക്കണം. എപ്സിലോൺ ആർ എഫക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എപ്സിലോൺ ആർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. നമ്മൾ നേരത്തെ ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷനകത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എപ്സിലോൺ ആർ നമുക്കറിയാം, എച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡബ്ല്യു നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അപ്പോൾ എച്ചും ഡബ്ല്യു ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം സെയിം യൂണിറ്റ് ആവാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എപ്സിലോൺ ആർ എഫക്റ്റീവ് ഈക്വൽ ടു 1.97. നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എൽ. ഓക്കെ, അതല്ലേ സ്റ്റെപ്പ് 3 വരുന്നത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡെൽറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ അറിയാലോ, എച്ച് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, എപ്സിലോൺ ആർ എഫക്റ്റീവ് തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്തു, ഡബ്ല്യു അറിയാം, എച്ച് അറിയാം. ഓക്കെ, എല്ലാം സെയിം യൂണിറ്റിൽ യൂസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 0.081 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്? എൽ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? C0 ഡിവൈഡഡ് ബൈ 2FR ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ ആർ എഫക്റ്റീവ് മൈനസ് 2 ഡെൽറ്റ എൽ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ C0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, FR ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, എപ്സിലോൺ ആർ എഫക്റ്റീവ് തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മൈനസ് 2 ഡെൽറ്റ എൽ. അപ്പോൾ നമ്മൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടുത്തെയും 10 ടു ദ പവറും ഇവിടുത്തെ 10 ടു ദ പവറും സെയിം ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. Therefore we will get L is equal to 0.906 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നാൽ പോലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എൽ ജിയുടെ വാല്യൂ അതുപോലെ തന്നെ ഡബ്ല്യു ജിയുടെ വാല്യൂം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എൽ ജി ഇസ് ഈക്വൽ ടു എൽ പ്ലസ് 6 ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, അതുപോലെ ഡബ്ല്യു ജി ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് 6 ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, 6H ആണ്. എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അപ്പോൾ അത് കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രയാണ് ഡിസൈൻ ഓഫ് മൈക്രോസ്ട്രിപ്പ് പാച്ച് ആൻറ്റിന ചെയ്യാനുള്ളത്. അടുത്ത് വരുന്നത് ഫീഡിങ് മെത്തേഡ്സ് ആണ്. നമ്മൾ മൈക്രോസ്ട്രിപ്പിൻ്റെ ആ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫീഡ് ലൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഫീഡിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ് വരുന്നത്, നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. എ ഫീഡ് ലൈൻ ഈസ് യൂസ്ഡ് ടു എക്സൈറ്റ് ടു റേഡിയേറ്റ് ബൈ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ്. നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയോ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയോ നമുക്ക് ഫീഡിങ് കൊടുക്കാം. ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് മൈക്രോസ്ട്രിപ്പ് ഫീഡ് ലൈൻ മെത്തേഡും കോയാക്സിയൽ ഫീഡുമാണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പേർച്ചർ കപ്ലിങ്ങും പ്രോക്സിമിറ്റി കപ്പിൾഡ് ഫീഡിങ്ങുമാണ്. ആദ്യം വരുന്നത് മൈക്രോസ്ട്രിപ്പ് ലൈൻ ഫീഡിംഗ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഈസിയർ മെത്തേഡ് ടു ഫാബ്രിക്കേറ്റ് ആസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ കണ്ടക്ടിങ് സ്ട്രിപ്പ് കണക്റ്റിംഗ് ടു ദ പാച്ച് ആൻഡ് ദെർഫോർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എക്സ്റ്റെൻഷൻ ഓഫ് പാച്ച്. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.
ഇതാണ് മൈക്രോസ്ട്രിപ്പ് ഫീഡ് ലൈൻ മെത്തേഡിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ കണ്ട അതേ ഫിഗർ തന്നെ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, മൈക്രോസ്ട്രിപ്പ് ലൈൻ ഫീഡിങ്ങിൻ്റെ ഫിഗറാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പാച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫീഡ് ലൈനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പാച്ച് വരുന്നത്. ഇതിനെ തന്നെ നമ്മൾ ഫീഡ് ലൈനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ് ഈസ് സിമ്പിൾ ടു മോഡൽ ആൻഡ് ഈസി ടു മാച്ച് ബൈ കൺട്രോളിങ് ദ ഇൻസെറ്റ് പൊസിഷൻ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആസ് സബ്സ്ട്രേറ്റ് തിക്നെസ് ഇൻക്രീസസ് സർഫസ് വേവ് ആൻഡ് സ്പ്യൂരിയസ് ഫീഡ് റേഡിയേഷൻ ഇൻക്രീസസ് വിച്ച് ലിമിറ്റ് ദ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് സിമ്പിൾ ടു മോഡൽ ആൻഡ് ഈസി ടു മാച്ച് ബൈ കൺട്രോളിങ് ദ ഇൻസെറ്റ് പൊസിഷൻ. ഡിസഡ്വാൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് ഈസ് കോയാക്സിയൽ ഫീഡിംഗ് ആണ്. കോയാക്സിയൽ ഫീഡിംഗ് ഈസ് ഫീഡിംഗ് മെത്തേഡ് ഇൻ വിച്ച് that the inner conductor of the coaxial is attached to the radiation patch of the antenna while the outer conductor is connected to the ground plane. Okay, and ഇതാണ് ഫിഗർ വരുന്നത് കോയാക്സിയൽ ഫീഡിൻ്റെ. അപ്പോൾ ഇതൊരു കോയാക്സിയൽ കണക്ടറാണ്. അതിൻ്റെ ഇന്നർ കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു ഇന്നർ കണ്ടക്ടർ നമ്മൾ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നർ കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു the inner conductor is connected to the patch and outer conductor എന്ന് പറയുന്നത് വൈറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, ഇന്നർ കണ്ടക്ടർ ഓഫ് ദ coaxial is connected to the radiation patch and outer conductor is connected to ground plane. ഇന്നർ കണ്ടക്ടർ ഇവിടെ ബ്ലാക്ക് കളറിലാണ് ഇന്നർ കണ്ടക്ടർ, വൈറ്റ് കളറിലുള്ളതാണ് ഔട്ടർ കണ്ടക്ടർ. ഓക്കെ, ഇത് സൈഡ് വ്യൂ ആണ് വരുന്നത്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫിഗർ കാണിച്ചാണ്. നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ എളുപ്പം ഈ ഫിഗർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇത് കോയാക്സിയൽ ഫീഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ടർ കണ്ടക്ടർ ഇതാ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് പ്ലെയിനിലോട്ട്. ഇന്നർ കണ്ടക്ടർ ഇതാ ഉള്ളിലോട്ട് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വ്യൂ ഇതാണ്, ടോപ്പ് വ്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ഡ്രോ ചെയ്താൽ മതി. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസിൽ വരുന്നത് ഈസി ഫാബ്രിക്കേഷൻ, ഈസി ടു മാച്ച്, ലോ സ്പ്യൂരിയസ് റേഡിയേഷൻ. ഡിസഡ്വാൻറ്റേജസ് നാരോ ബാൻഡ് വിഡ്ത്ത്, ഡിഫിക്കൽട്ട് ടു മോഡൽ സ്പെഷ്യലി ഫോർ തിക്ക് സബ്സ്ട്രേറ്റ്, possess inherent asymmetries which generates higher order modes which produce cross polarization radiation. ഇത്രയും പോയിൻറ്റ്സ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 1-2 പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ വേറൊരു ഫിഗറാണ് കേട്ടോ അത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു കോയാക്സിയൽ കേബിൾ കാണിച്ചിട്ടുണ്ട്. സെൻട്രൽ കണ്ടക്ടർ ഇതാ ഉള്ളിലോട്ട് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആരോ മാർക്ക് ഇട്ടിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഔട്ടർ കണ്ടക്ടർ, ഇത് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഗ്രൗണ്ട് പ്ലെയിനിലോട്ട് കണക്ട് ചെയ്യുന്നു. തേർഡ് മെത്തേഡ് ഈസ് അപ്പേർച്ചർ കപ്ലിംഗ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 different substrate separated by a ground plane. ഇവിടെ 2 സബ്സ്ട്രേറ്റ് ഉണ്ട് ആൻഡ് these 2 are separated by a ground line. On the bottom side of lower substrate there is a microstrip feed line whose energy is coupled to the patch through a slot on the ground plane separating the 2 substrate. നിങ്ങൾക്ക് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ 2 സബ്സ്ട്രേറ്റ് ഉണ്ട്. ഓക്കെ, ഇതാ മുകളിൽ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്, താഴെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും സെപ്പറേറ്റഡ് ബൈ എ ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, ഗ്രൗണ്ട് പ്ലെയിൻ ആണ്. ദെൻ ഫസ്റ്റ് സബ്സ്ട്രേറ്റിൽ നമ്മൾ പാച്ച് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ സബ്സ്ട്രേറ്റിൻ്റെ ബോട്ടം സൈഡ് ഓഫ് ദ ലോവർ സബ്സ്ട്രേറ്റ് ദർ ഈസ് എ മൈക്രോസ്ട്രിപ്പ് ഫീഡ് ലൈൻ. ഓക്കെ, ഇനി ഈ ഫീഡ് ലൈന് എന്ന് പറയുന്നത് നമ്മൾ ഈ പാച്ചിൻ്റെ അതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം ഫോട്ടോ എച്ചിങ് വഴി. ഓക്കെ, എന്നിട്ട് ഈ ഫീഡിൽ നിന്നുള്ള അതല്ലെങ്കിൽ ഫീഡ് ലൈനിൽ നിന്നുള്ള എനർജി ഈ സബ്സ്ട്രേറ്റിലോട്ട് കപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രൗണ്ട് പ്ലെയിനിൽ ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു സ്ലോട്ട് കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്ലോട്ട് കാണിച്ചിട്ടുണ്ട്. ആ സ്ലോട്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്, എനർജി സബ്സ്ട്രേറ്റിലോട്ട്
കപ്ലിംഗ് പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇനി നോർമലി ടോപ്പ് സബ്സ്ട്രേറ്റ് യൂസസ് എ തിക്ക് ലോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് സബ്സ്ട്രേറ്റ് വൈൽ ഫോർ ദ ബോട്ടം സബ്സ്ട്രേറ്റ് ഈസ് ദ ഹൈ ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ്. അതായത് ആദ്യത്തേൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ഈസ് ഇവിടെ എപ്സിലോൺ R2 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. എപ്സിലോൺ R2 ഈസ് ലെസ് ദാൻ എന്തായിരിക്കും, എപ്സിലോൺ R1 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എപ്സിലോൺ R1 ആയിരിക്കും കൂടുതൽ ഹൈ ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് താഴെ ഉള്ള സബ്സ്ട്രേറ്റിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇനി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത് വിച്ച് isolates feed from radiation element and minimize interferences of spurious radiation for pattern formation and polarization purity. ഈ പോയിൻറ്റ്സ് എല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഫിഗർ നല്ല നീറ്റായിട്ട് ഡ്രോ ചെയ്യുക. Then last method is proximity coupled feed. This type of feed technique is also called the electromagnetic coupling scheme. Okay, ഇതിൻ്റെ വേറൊരു പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് കപ്ലിംഗ് സ്കീം. ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ 2 dielectric substrates are used such that the feed line is between the 2 substrate and the radiating patch is ഓൺ ദ ടോപ്പ് ഓഫ് ദ അപ്പർ സബ്സ്ട്രേറ്റ്. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് വരുന്നത്. നേരത്തെ രണ്ടിൻ്റെ ഇടയിലായിരുന്നു ഗ്രൗണ്ട് പ്ലെയിൻ ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, രണ്ടിൻ്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഗ്രൗണ്ട് പ്ലെയിൻ ഒന്നുമില്ല. പക്ഷേ ഫീഡ് ലൈന് രണ്ടിൻ്റെയും സെൻട്രലായിട്ടാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഫിഗർ വരുന്നത്. സബ്സ്ട്രേറ്റ് 1ഉം സബ്സ്ട്രേറ്റ് 2 ഉണ്ട്. സബ്സ്ട്രേറ്റ് 1ൽ നമ്മുടെ പാച്ച് ഉണ്ട്, സബ്സ്ട്രേറ്റ് 2ൽ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്ട്രിപ്പ് ലൈന് ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് എലിമിനേറ്റ്സ് സ്പ്യൂരിയസ് feed radiation and provides very high bandwidth due to overall increase in the thickness of the microstrip patch antenna. ഇവിടെ ടോട്ടൽ തിക്നെസ് T വളരെ കൂടുതലാണ് അല്ലേ, 2 സബ്സ്ട്രേറ്റും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തിക്നെസ് കൂടുതലാണ്. തിക്നെസ് കൂടുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിക്ക് ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ് നമ്മൾ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ, ബെറ്റർ എഫിഷ്യൻസിക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ തിക്നെസ് കൂടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെരി ഹൈ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും എന്ന് പറയുന്നു. ആൻഡ് ദിസ് സ്കീം ഈസ് ഓൾസോ പ്രൊവൈഡ് ചോയ്സസ് ബിറ്റ്വീൻ 2 different dielectric media, one for patch and one for the feed line, to optimize the individual performance. And matching can be achieved by controlling the length of the feed line and the width to line ratio of the patch. അപ്പോൾ ആ പോയിൻറ്റ്സ് ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. The major disadvantage of this feed scheme is that it is difficult to fabricate because of the 2 dielectric layer which need proper alignment. രണ്ടെണ്ണം സെപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഓവറോൾ തിക്നെസ് ഓഫ് ദ ആൻറ്റിന. അതായത് തിക്നെസ് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല, നമ്മളവിടെ ലിമിറ്റേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതും അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വരും. അപ്പോൾ ഇത് 4 എന്ത് വരുന്നത്, നമ്മുടെ ആൻറ്റിന ഫീഡിങ് ടെക്നിക്സ് വരുന്നത്. ഇതാണ് ടോപ്പ് ഫിഗർ. Then overall advantages of microstrip antenna: low fabrication cost, hence can be manufactured in large quantities, easily integrated with microwave integrated circuits, അതുപോലെ തന്നെ capable of dual and triple frequency operation. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത് നാരോ ബാൻഡ് വിഡ്ത്ത് അസോസിയേറ്റഡ് വിത്ത് ടോളറൻസ് പ്രോബ്ലം, ലോവർ ഗെയിൻ, ലാർജ് ഓമിക് ലോസസ് ഇൻ ഫീഡ് സ്ട്രക്ചർ ഓഫ് അറേസ്, എക്സൈറ്റേഷൻ ഓഫ് സർഫസ് ഫേസ്. ദെൻ ആപ്ലിക്കേഷൻസ് വരുന്ന മൊബൈൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, DBSൽ, വയർലെസ് LAN, ഫീഡ് എലമെൻറ്റ്സ് ഇൻ കോയാക്സിയൽ സിസ്റ്റം, GPS സിസ്റ്റം, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു പേരാണ്, ഞാൻ പറഞ്ഞോന്നറിയില്ല, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രിൻറ്റഡ് ആൻറ്റിനാസ് കേട്ടോ. വേറൊരു പേരാണ് വരുന്നത് പ്രിൻറ്റഡ് ആൻറ്റിനാസ് എന്നും കൂടി ഇതിനെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു എന്നുള്ളത്
ഓർമ്മയില്ല, പ്രിൻറ്റഡ് ആൻറ്റിനാസ് ഫസ്റ്റിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിനാസ് വരുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിനാസ് എന്ന് പറയുന്നത് സ്മാർട്ട് ആൻറ്റിനാസ് ആണ്. സ്മാർട്ട് ആൻറ്റിനാസ് ആ പേര് തന്നെ ഉണ്ട്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ആൻറ്റിന സിസ്റ്റം കമ്പൈൻസ് മൾട്ടിപ്പിൾ ആൻറ്റിന എലമെൻറ്റ്സ് വിത്ത് എ സിഗ്നൽ പ്രോസസ്സിംഗ് capability to optimize its radiation and or reception pattern automatically in response to the signal environment. അപ്പോൾ സിഗ്നൽ എൻവയോൺമെൻറ്റിന് അനുസരിച്ചിട്ട് അതിൻ്റെ റേഡിയേഷൻ അല്ലെങ്കിൽ റിസപ്ഷനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി, അതിന് വേണ്ടി നമ്മളൊരു സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. Okay, therefore the main aim of the smart antenna is to maximize the antenna gain in the desired direction and to minimize the gain in directions of interference. Wanted ഡയറക്ഷനിൽ മാക്സിമം ഗെയിനും അൺവാണ്ടഡ് ഡയറക്ഷനിൽ മിനിമം ഗെയിനും ആ രീതിയിൽ ആൻറ്റിനയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിനയാണ് സ്മാർട്ട് ആൻറ്റനാസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി അതിനകത്ത് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, They are also known as adaptive array antennas, digital antenna arrays, multiple antennas, and recently MIMO എന്ന് പറയും multiple input multiple output antennas are antenna arrays with smart signal processing algorithms used to identify the spatial signal signatures such as the direction of arrival of the signal and use them to calculate beam forming vectors which are used to track and locate the antenna beam on the mobile or target. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് അൽഗോരിതം ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു ഐഡൻറ്റിഫൈ സ്പേഷ്യൽ സിഗ്നൽ സിഗ്നേച്ചർ സച്ച് ആസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഡയറക്ഷൻ ഓഫ് അറൈവൽ, ഏത് ഡയറക്ഷനിലാണ് സിഗ്നൽ അറൈവ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ യൂസ് ദം ടു, ആ പ്രോസസ്സിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബീം ഫോമിംഗ് വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ which are used to track and locate the antenna beam on the mobile or target. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുന്നേ ഒരു ബീം സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതൊക്കെ ഓൾമോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, ബീം സ്റ്റിയറിംഗ് ടെക്നിക്കുള്ള ഒരു ആൻറ്റിനേനെ നമുക്ക് സ്മാർട്ട് ആൻറ്റിന എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവിടെ നമ്മൾ ബീം ഫോമിംഗ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Then smart antennas include signal processing capability that can perform tasks such as analysis of direction of arrival of a signal, and then the smart antenna can adapt the antenna itself using beam forming techniques to achieve better reception or transmission. അതൊരു സ്മാർട്ട് ആൻറ്റിനയ്ക്ക് ഏത് ഡയറക്ഷനിൽ നിന്നാണ് ബെറ്റർ അറൈവൽ ഓഫ് സിഗ്നൽ എന്നുള്ളത് അനലൈസ് ചെയ്യാനും പറ്റും. ദെൻ അതിനനുസരിച്ച് അനാലിസിസിനനുസരിച്ച് ആ ഡയറക്ഷനിൽ അതിൻ്റെ ബീം ഫോമിംഗ് ടെക്നിക്കിനെ സ്വിച്ച് ചെയ്യാനും പറ്റും ഫോർ ബെറ്റർ റിസപ്ഷൻ ഓർ ട്രാൻസ്മിഷൻ. ഓക്കെ, ഇതാണ് സ്മാർട്ട് ആൻറ്റിനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ എഴുതണം. ഇതിനകത്ത് ഇപ്പോൾ ഈ പോയിൻറ്റോ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന സ്മാർട്ട് ആൻറ്റിന ഫങ്ഷൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽ ദ മെയിൻ പർപ്പസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് antennas are to effectively transmit and receive radio signals, there are two additional functions that smart antennas or adaptive antennas need to fulfill. വേറൊരു പേരാണ് അഡാപ്റ്റീവ് ആൻറ്റിനാസ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണത്തുള്ള ആൻറ്റിനയുടെ ഫങ്ഷൻസ് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് 2 ഫങ്ഷൻസും കൊണ്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് അറൈവൽ എസ്റ്റിമേഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് അറൈവൽ, അതിന് DOA എന്ന് പറയും. ഓക്കെ, ഡയറക്ഷൻ ഓഫ് അറൈവലിന് DOA എന്ന് പറയും. DOA estimation. In order for the smart antenna to be able provide the required functionality and optimization of the transmission and reception, they need to be able to detect the direction of arrival of the required incoming signal. ഏത് ഡയറക്ഷനിലാണ് സിഗ്നൽ വരുന്നത്, റിക്വയർഡ് സിഗ്നൽ വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിന് കഴിയണം. ഓക്കെ, the information received by the antenna array is passed to the signal processor within the antenna and this provides the required analysis. അപ്പോൾ എന്താ ചെയ്യുന്നത്? കിട്ടുന്ന ഇൻഫോർമേഷനെ ഒരു സിഗ്നൽ പ്രോസസ്സറിലോട്ട് പാസ് ചെയ്ത് അത് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഒരു പ്രോസസ്സിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഡയറക്ഷൻ ഓഫ് അറൈവൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബീം സ്റ്റിയറിംഗ് ആണ്. ബീം സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ റിക്വയർഡ് ഡയറക്ഷനിൽ ആൻറ്റിന ബീമിനെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അതിനെയാണ് ബീം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. വിത്ത് ദ ഡയറക്ഷൻ ഓഫ് അറൈവൽ ഓഫ് ദ റിക്വയർഡ് and any interfering signals analyzed, the control circuitry within the antenna is able to optimize directional beam pattern of the adaptive antenna to provide the required performance. അതായത് ഇപ്പോൾ ഇൻ്റർഫിയർ സിഗ്നൽ വരുന്നുണ്ട്, അതുപോലെ നമ്മൾക്ക് റിക്വയർഡ് സിഗ്നലും വരുന്നുണ്ടെങ്കിൽ റിക്വയർഡ് സിഗ്നലിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റിനേനെ സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ബീമിനെ സ്വിച്ച് ചെയ്യണം. ആണ് ബീം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിസൈഡ് യൂസറും ഉണ്ട്, ഇൻ്റർഫിയറിംഗ് യൂസറും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ ബീമിനെ എങ്ങോട്ട് സ്വിച്ച് ചെയ്തു, ആൻറ്റിനയുടെ മെയിൻ ബീമിനെ ഡിസൈഡ് യൂസറിൻ്റെ ഡയറക്ഷനിലോട്ട് സ്വിച്ച് ചെയ്തു. അതിനെയാണ് നമ്മൾ ബീം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസാണ് അഡീഷണൽ ആയിട്ട് ഒരു സ്മാർട്ട് ആൻറ്റിനയ്ക്ക് വേണ്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സ്മാർട്ട് ആൻറ്റിനാസ് ഫോംസ് എ റേഡിയേഷൻ പാറ്റേൺ ടുവേർഡ്സ് ദ ഡിസൈഡ് യൂസർ ആൻഡ് നള്ളിഫൈങ് ദ ഇൻ്റർഫിയേഴ്സ്. ഓക്കെ, ദെൻ ബേസിക് വർക്കിംഗ് മെക്കാനിസം ആണ് വരുന്നത്. സ്മാർട്ട് ആൻറ്റിന സിസ്റ്റം ക്യാൻ പെർഫോം ദ ഫോളോയിങ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ വരുന്നത്. ഫസ്റ്റ്, ദ ഡയറക്ഷൻ ഓഫ് അറൈവൽ ഓഫ് ഓൾ ദ ഇൻകമിംഗ് സിഗ്നൽസ് ഇൻക്ലൂഡിംഗ് ദ ഇൻ്റർഫിയറിംഗ് സിഗ്നൽസ് and the multipath signals are estimated using direction of arrival algorithm. ഓക്കെ, അപ്പോൾ നമുക്ക് റിക്വയർഡ് സിഗ്നൽ ഉണ്ടാവും, അൺവാണ്ടഡ് സിഗ്നൽ ഉണ്ടാവും, അതുപോലെ മൾട്ടിപാത്ത് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിഗ്നൽ, സെയിം സിഗ്നൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിഗ്നൽ ഉണ്ടാവാം. ഓക്കെ, നമുക്ക് പ്രൊപ്പഗേഷനിൽ 6th മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സിഗ്നലിനെയും എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാം ഡയറക്ഷനെ അനലൈസ് ചെയ്യും യൂസിങ് എ ഡയറക്ഷൻ ഓഫ് അറൈവൽ അൽഗോരിതം. Secondly, the desired user signal is identified and separated from the rest of the unwanted incoming signal. Then lastly, a beam is steered in the direction of the desired signal and the user is tracked as he moves while placing nulls at the interfering signals directions by constantly updating the കോംപ്ലക്സ് വെയ്റ്റ്സ്. അപ്പോൾ അടുത്ത് എന്താ ചെയ്യുന്നത്, ഫൈനലി എന്താ ചെയ്യുന്നത്, ബീം ഈസ് സ്റ്റിയർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസൈഡ് സിഗ്നൽ ആൻഡ് ദ യൂസർ ഈസ് ട്രാക്ഡ്. ഓക്കെ, ആസ് ഹി മൂവ്സ് വൈൽ പ്ലേസിങ് നൾസ് അറ്റ് ദ ഇൻ്റർഫിയറിംഗ് സിഗ്നൽസ്. അതായത് നൾസിനെ എങ്ങോട്ട് വെക്കും, ഇൻ്റർഫിയറിംഗ് സിഗ്നൽസിൻ്റെ ഡയറക്ഷനിലോട്ട് പ്ലേസ് ചെയ്യും. Then next is types of smart antennas ആണ്. With a considerable level of functionality being required within smart antennas, two main approaches or types of smart antennas technology have been developed. ഇത് സ്വിച്ച്ഡ് ബീം അറയാണ്, അല്ലെങ്കിൽ സ്വിച്ച്ഡ് ബീം സ്മാർട്ട് ആൻറ്റിനയാണ്. ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫിക്സഡ് ബീംസ് വിത്ത് വൺ ബീം ടേൺഡ് ഓൺ ടുവേർഡ്സ് ദ ഡിസൈഡ് സിഗ്നൽ or a single beam that is steered towards the desired signal. ഇവിടെ കുറേ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറേ ഫിക്സഡ് ബീംസ് ഉണ്ടാവും. അതിനകത്തുനിന്ന് ഒരു ബീം മാത്രം എന്ത് ചെയ്യും, ഡിസൈഡ് സിഗ്നലിൻ്റെ ഡയറക്ഷനിലോട്ട് ടേൺ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഫിഗർ. ഈ ഫിഗറിനകത്ത് കുറേ ബീംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻ ബീമിനെ നമ്മൾ യൂസർ, ഇതിനെ യൂസർ എന്ന് പറയും. ഇത് യൂസറാണ്. ഇത് ഇൻ്റർഫിയർ 1ഉം ഇൻ്റർഫിയർ 2ഉം ഇത് ഇൻ്റർഫിയർ 1ഉം. നിങ്ങളവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇൻ്റർഫിയർ യൂസർ 1, ഇത് 2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് യൂസർ റിക്വയർഡ് സിഗ്നലിൻ്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, മെയിൻ ബീമിനെ കണക്ട് ചെയ്യുന്നു. ദെൻ ഇൻ്റർഫിയർ സിഗ്നലിൻ്റെ ഡയറക്ഷനിൽ എന്തായിരിക്കും, അൺവാണ്ടഡ് ബീമിനെ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ബീംസ് ഉണ്ടായിരിക്കും. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അറേ ദർ വിൽ ബി ന്യൂമറസ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ബീംസ് എമംഗ്സ്റ്റ് വിച്ച് വൺ ബീം വിൽ ടേൺ ഓൺ ഓർ വിൽ ബി സ്റ്റിയർഡ് ടുവേർഡ്സ് ദ വാണ്ടഡ് സിഗ്നൽ. ദിസ് ക്യാൻ ബി ഡൺ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഫേസ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഫേസ്ഡ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, ആസ് ദ വാണ്ടഡ് ടാർഗറ്റ് മൂവ്സ് ദ ബീം വിൽ ഓൾസോ ബി സ്റ്റിയർഡ്. അപ്പോൾ അതിൻ്റെ വേറൊരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കുറേ ഫിക്സഡ് ബീംസ് ഉണ്ടാവും. ഡിസൈഡ് സിഗ്നലിൻ്റെ ഡയറക്ഷനിൽ ഒരു ബീമിനെ സ്വിച്ച് ചെയ്യുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു ഒരു ബീം സെലക്ട് സർക്യൂട്ട് ഉണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ബ്ലോക്ക് ഡയഗ്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇവിടെ
നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറേ ആൻറ്റിനാസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ഇൻകമിങ് സിഗ്നൽസ് ഉണ്ട്, ഒരു ഫേസ് ഷിഫ്റ്റിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, ഒരു RF സ്വിച്ച് ഉണ്ട്, ദെൻ ഒരു ഡിറ്റക്ടർ, കൺട്രോൾ ലോജിക് ആൻഡ് ഔട്ട്പുട്ട് ഉണ്ട്. PSN എന്ന് പറയുന്നത് വിച്ച് ഫോംസ് മൾട്ടിപ്പിൾ ബീംസ് ലുക്കിംഗ് ഇൻ certain ഡയറക്ഷൻ. അതായത് PSN എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റിംഗ് നെറ്റ്വർക്ക്. RF switch activates the right beam in the desired direction, and the selection of right beam is made by control logic which is governed by an algorithm. And the algorithm which scans all the beams and selects the one strongest receiving signal based on the measurement made by the detector. The overall goal of the switched beam system is to increase the gain according to the location of the user. Then second type of smart antenna എന്ന് പറയുന്ന adaptive array smart antennas ആണ്. In adaptive array an infinite number of patterns that are adjusted in real time based on some signal processing algorithm. അവിടെ നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ട് കുറച്ച് ബീംസ് ആയിരുന്നു, ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാറ്റേൺസ് ഉണ്ട്. സിസ്റ്റംസ് ആർ റിയലി സ്മാർട്ട് ബിക്കോസ് ദേ ആർ ഏബിൾ ടു ഡൈനാമിക്കലി റിയാക്ട് ടു ദ ചേഞ്ചിങ് RF റേഡിയോ ഫ്രീക്വൻസി എൻവയോൺമെൻറ്റ് വിത്ത് ഇറ്റ്സ് ഇൻഫിനിറ്റ് സിനാരിയോ ബേസ്ഡ് പാറ്റേൺസ്. ഓക്കെ, റിയലി സ്മാർട്ടാണ്, കാരണം എന്താ, ആ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. Adaptive antenna arrays allow the main beam to be continually steered to any direction to allow for the maximum signal to be received and or the nulling of any interference. That is, it sends the interference source from the environment and suppress them automatically by implementing advanced signal processing techniques. Hence, the adaptive array provides improved quality of service. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ആ എൻവയോൺമെൻറ്റിലെ വാണ്ടഡ് സിഗ്നൽ ഏതാ, ഇൻ്റർഫിയറിങ് സിഗ്നൽ ഏതാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇൻ്റർഫിയറിങ് സിഗ്നലിനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് നള്ളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബൈ യൂസിങ് അഡ്വാൻസ്ഡ് സിഗ്നൽ പ്രോസസ്സിംഗ് ടെക്നിക്ക്. ഹെൻസ് ദ അഡാപ്റ്റീവ് അറേ പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് QoS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് സർവീസ്. Ability to automatically respond to an unknown interfering environment by steering nulls and reducing the side lobe level in the direction of interference while keeping the desired beam characteristics. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റർഫിയറിങ് സിഗ്നലിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ നള്ളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ? ബൈ സ്റ്റിയറിങ് നൾസ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഇനി അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഫിഗറിൽ നമ്മൾ നൾസിനെ ചെറിയ ഇൻ്റർഫിയറിങ് യൂസേഴ്സിന് സൈഡ് ലോബ്സ് വെച്ചിട്ടായിരുന്നു കാണിച്ചിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ഇൻ്റർഫിയറിങ് സിഗ്നൽസിനെ ഇതാ നോക്കൂ, ഈ നൾസ് വെച്ചിട്ട്, നൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നൾസ് എന്ന് പറയുന്നത്. നമ്മൾ റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കുന്ന സമയത്ത് ഇത് സൈഡ് ലോബ് വരും, ഇതാണ് നൾ, സീറോ റേഡിയേഷനാണ് നൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻ്റർഫിയറിങ് സിഗ്നൽസിന് നേരെ ഏതാ വരുന്നത്? നൾസാണ് വരുന്നത്. യൂസറിന് നേരെ മെയിൻ ബീമും വരുന്നു. ഓക്കെ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് ഫിഗറും ഒരുപോലെ തോന്നും, പക്ഷേ ഡിഫറൻസ് ഇതാണ്. ഇവിടെ ഇൻ്റർഫിയറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നൾസാണ് വരുന്നത്. നേരത്തെ ഫിഗറിൽ സൈഡ് ലോബ്സ് ആയിരുന്നു ഇൻ്റർഫിയറിങ് സിഗ്നൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. ദെൻ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്യുക കേട്ടോ. കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. അതായത് ഒരു ഡിജിറ്റൽ ഡൗൺ കൺവേർട്ടർ ഉണ്ട്, ദെൻ ADCൻ്റെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്, ദെൻ W എന്ന് പറയുന്നത് കോംപ്ലക്സ് വെയ്റ്റ്സ് ആണ്, ദെൻ അഡാപ്റ്റീവ് അൽഗോരിതം ഉണ്ട്, ദെൻ അത് പ്രൊസസ്സറിനകത്ത് വരുന്നതാണ്. കോംപ്ലക്സ് വെയ്റ്റ്സും അഡാപ്റ്റീവ് അൽഗോരിതവും ഒരു അക്യുമുലേറ്റർ അല്ലെങ്കിൽ ഒരു സമ്മേഷൻ പോയിന്റ് വരുന്നുണ്ട്, ദെൻ ടു ദ ഡിമോഡുലേറ്റർ. Another way of categorizing smart antennas is in the number of inputs and outputs that is used for the device. സ്മാർട്ട് ആൻറ്റനയുടെ വേറെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. ആദ്യത്തെ വരുന്നത് SIMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ആൻറ്റനാസ്. ദെൻ MISO എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്. MIMO എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്.
SIMO എന്ന് പറയുന്നത് one antenna will be used at the source and multiple antennas will be used at the destination. MISO ൽ multiple antenna will be used at the source and only one antenna will be used at the receiver. And MIMO ൽ വരുന്നത് multiple antennas will be used at both the source and destination. This is the most efficient method amongst all. This method was extended recently in accordance to the IEEE 802.11 standard. This method clearly supports the spatial information processing. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വരുന്നത് MIMO ആണ്. Then advantages എന്ന് പറയുന്നത് both beam smart and adaptive arrays provide higher efficiency and thus high power for the desired signal. Then another advantage is in the amount of interference that is suppressed. Beam smart antenna suppress it with the narrow beam and adaptive array antenna suppress the interference by adjusting the beam pattern. Then disadvantages വരുന്നത് smart antenna system is complex in design, very expensive, larger size than traditional one. Okay, ഇത്രയാണ് എന്ത് വരുന്നത് സ്മാർട്ട് ആൻറ്റിനാസ് വരുന്നത്.